ഉറ്റുനോക്കിയ ബ്രിട്ടന്റെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം നേരിട്ടിരിക്കുന്നു. കൺസർവേറ്റീവ് പാർട്ടിയുടെ അധികാരത്തിൽ നിന്നുള്ള പടിയിറക്കം സാമ്പത്തിക ശക്തി എന്ന നിലയിലുള്ള ബ്രിട്ടന്റെ ഖ്യാതികളിൽ നിന്നുള്ള വീഴ്ചയായി കൂടിയാണ് അടയാളപ്പെടുത്തേണ്ടത്. പരാജയപ്പെട്ടത് ഋഷി സുനക്കാണെന്ന് സാങ്കേതികമായി പറയാമെങ്കിലും ഡേവിഡ് കാമറൂണിന്റെ കാലം മുതൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ സാമ്പത്തിക നയ സമീപനങ്ങളുടെ പാളിച്ചകളാണ് തിരിച്ചടിയായത്. കൺസർവേറ്റീവ് പാർട്ടിയുടെ തന്നെ ബോറിസ് ജോൺസന്റെ ഭരണകാലത്തെ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു പിന്നീട് ലിസ് ട്രസ് അധികാരത്തിലെത്തിയത്. എന്നാൽ ലിസിന്റെ മിനി ബജറ്റ് സാമ്പത്തിക പ്രതിസന്ധിക്കും ജനങ്ങളുടെ അസംതൃപ്തിക്കും കാരണമായി. ബ്രിട്ടന് പുതുജീവൻ നൽകുമെന്ന് കരുതപ്പെട്ട ലിസ് ട്രസ് പരാജയ ഭാരത്തോടെ പടിയിറങ്ങി. അങ്ങനെ ബ്രിട്ടന്റെ രാഷ്ട്രീയത്തിൽ കൺസർവേറ്റീവ് പാർട്ടി കടുത്ത പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലായിരുന്നു ഋഷി സുനക് അധികാരത്തിലെത്തിയത്. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തുമെന്ന് നിരീക്ഷകരെല്ലാം ഉറപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രി പദത്തിലെ കാമിയോ വേഷത്തിലേക്കായിരുന്നു യഥാർത്ഥത്തിൽ ഋഷി സുനക്കിന്റെ രംഗപ്രവേശം. ചുരുങ്ങിയ കാലം കൊണ്ട് സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്ത് നൽകാൻ ഋഷി സുനക് പഠിച്ച പണി 18 പയറ്റിയിരുന്നു. ഒരു പരിധിവരെ അതിൽ വിജയിച്ചെന്ന ആത്മവിശ്വാസമായിരിക്കണം ഏതാണ്ട് 8 മാസത്തോളം നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്താൻ ഋഷി സുനക്കിനെ പ്രേരിപ്പിച്ചിരിക്കുക. പക്ഷേ സുനകിന്റെ പ്രതീക്ഷകൾ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഒത്തുയർന്നില്ല. ഇതോടെ 14 വർഷം നീണ്ട കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിന് വിരാമമായി. പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും മാപ്പ് ചോദിക്കുന്നുവെന്നുമായിരുന്നു തോൽവിക്ക് ശേഷം ഋഷി സുനക്കിന്റെ പ്രതികരണം. യഥാർത്ഥത്തിൽ മാപ്പ് ചോദിക്കേണ്ടിയിരുന്നത് 14 വർഷത്തിനിടെ അധികാരത്തിലിരുന്ന ഋഷി സുനക്കിന്റെ 4 മുൻഗാമികളായിരുന്നു. 8 വർഷത്തിനിടെ ബ്രിട്ടനിൽ അധികാരത്തിലേറിയ 5ാമത്തെ പ്രധാനമന്ത്രിയാണ് ഋഷി സുനക്. 2 നൂറ്റാണ്ടിനിടെ ബ്രിട്ടന്റെ ചരിത്രം കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. ബോറിസ് ജോൺസന്റെയും ലിസ് ട്രസിന്റെയും പതനത്തിനു ശേഷം പാർട്ടിയും രാജ്യവും നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയാതെ നിരാശനായി പടിയിറങ്ങുകയാണ് ഇന്ത്യൻ വംശജൻ കൂടിയായ സുനക്. സുനക്കിന്റെ തോൽവി ഏറെക്കുറെ പ്രവചിച്ചതായിരുന്നു. സുനക് അധികാരമേറ്റ 2022 മുന്നേ തൊട്ട് അസ്ഥിരമായിരുന്നു രാജ്യത്തെ സാമ്പത്തിക രംഗം. പണപ്പെരുപ്പവും കുടിയേറ്റവും ഭരണവിരുദ്ധ വികാരവും ശക്തമായ സമയത്താണ് അധികാരം സുനകിലേക്ക് എത്തുന്നത്. ആരോഗ്യരംഗം, തദ്ദേശീയരുടെ ഭവന പദ്ധതികൾ, ബ്രെക്സിറ്റിനു ശേഷമുള്ള സാമ്പത്തിക നയം, പരിസ്ഥിതി, കാലാവസ്ഥാ പ്രശ്നങ്ങൾ എന്നിങ്ങനെ പരിഹരിക്കാനാവാത്ത ഒട്ടേറെ പ്രതിസന്ധികളും ജനവികാരത്തെ സ്വാധീനിച്ചു. സുനകിന്റെ മുൻഗാമിയായിരുന്ന ലിസ് ട്രസ് വരുത്തിയ പരിഷ്കാരങ്ങളിലെ പാളിച്ചകളും ലേബർ പാർട്ടി ഈ ഇലക്ഷനിൽ ഉയർത്തി കാണിച്ചിരുന്നു. അതിൽ അവർ വിജയിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. മാറ്റം അനിവാര്യമെന്ന മുദ്രാവാക്യവുമായാണ് ലേബർ പാർട്ടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത്. പൊതു സംവിധാനങ്ങളിൽ നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ പ്രചാരണം. പ്രധാനമന്ത്രിമാർ മാറി മാറി വരുന്നതും കൺസർവേറ്റീവ് പാർട്ടിക്കകത്തെ വടംവലികളും രാജ്യത്താകെ രാഷ്ട്രീയ അസ്ഥിരതയുണ്ടാക്കിയെന്ന് വേണം പറയാൻ. കോവിഡ് മഹാമാരിയും ബ്രെക്സിറ്റിനും പിന്നാലെ വന്ന യുക്രൈൻ യുദ്ധവുമെല്ലാം ബ്രിട്ടനെ സാമ്പത്തികമായി തളർത്തി. ഇതിനൊപ്പം റിഫോം UK പാർട്ടി അടക്കം ഉന്നയിക്കുന്ന കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടുകളും പ്രചരണത്തിൽ മുൻതൂക്കം നേടി. ശതകോടീശ്വരനായ ഋഷി സുനക്കിന് രാജ്യത്തെ സാധാരണക്കാരെ മനസ്സിലാക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് തന്നെ മാറ്റം അനിവാര്യമാണെന്നുമുള്ള പ്രചാരണവും സുനക്കിന് തന്നെ തിരിച്ചടിയായി. ലേബർ പാർട്ടിയുടെ കെയർ സ്റ്റാമറിന്റെ വ്യക്തിപ്രഭാവത്തിൽ സുനക്കിന് അടിതെറ്റിയെന്ന് തന്നെ പറയാം. 2019 പരാജയത്തെ തുടർന്ന് തീവ്ര ഇടതുപക്ഷക്കാരനായ ജെർമി കോർബിൻ രാജിവെച്ചതോടെയാണ് നേതൃസ്ഥാനത്തേക്ക് കെയർ സ്റ്റാമർ എത്തുന്നത്. സന്തുലിതമായ തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള നേതാവെന്ന കെയർ സ്റ്റാമറിന്റെ പ്രതിച്ഛായ ലേബർ പാർട്ടിക്ക് അനുകൂലമായി. അധികാരമൊഴിയാൻ ഇനിയും 7 മാസത്തോളം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും തിരിച്ചടിയായി. എന്നാൽ 2ാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി കാലത്താണ് അധികാരത്തിൽ ഉണ്ടായിരുന്നതെന്നും അതുകൊണ്ട് തന്നെ സമ്പദ്ഘടന ശക്തിപ്പെടുത്താൻ തനിക്ക് കഴിഞ്ഞെന്നുമായിരുന്നു സുനക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. പക്ഷെ അതൊന്നും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും വ്യക്തമാകുന്നത്.